അങ്ങനെ മമ്മൂട്ടി പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡൊമിനിക് ഡയറക്ടർ ബൈ ഗൗതം വാസുദേവ് മേനോൻ. അപ്പോൾ റൈറ്റർ നീരജ് രാജൻ ആൻഡ് സൂരജ് രാജൻ. ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ മഞ്ജു വാര്യരാണ് എന്നാണ് ഗൗതം വാസുദേവ് മേനോൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കരക്കമ്പില്ല അങ്ങനെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ മമ്മൂട്ടി ആസ് എ ഡിറ്റക്റ്റീവ്, ദ ലെജൻഡ് ബാക്ക്. അപ്പോ മൂവി കണ്ടൊരു എന്താ പറയാ, ഈ സിനിമയ്ക്ക് ഹൈപ്പ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നോ. ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ആർഭാടങ്ങളൊന്നും ഉണ്ടായില്ല, വലിയ ആർഭാടങ്ങൾ പുറത്തും ഉള്ളിലും കാണിക്കാതെ ഒരു ചെറിയ ഒന്നുമില്ല. ഒരു ഫ്ലെക്സ് പോലും ഇല്ലാതെ വന്നൊരു പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തിയേറ്ററിൽ പോയപ്പോൾ തന്നെ ഒരു ഫ്ലെക്സ് ഏതോ സിനിമേന്റെ എന്നോ വെച്ചൊരു ഫ്ലെക്സിന്റെ പകുതിയോട് വെച്ചിട്ടുള്ള ഓടിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ്. ഒന്നാമത് നമുക്ക് മതി എന്നുള്ളതുകൊണ്ടാണ്, നമുക്ക് ഒരു പടം ഇറങ്ങിയ എല്ലാവരും കാണും എന്നുള്ളതാണ്. ഈവൻ ഫാൻസ് വരെ ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് തന്നെ ഫാൻസ് വരെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഇരുന്നൊരു സാധനമാണ്. അതെ, സാധാരണ പടങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര വലിയ സംഭവം ഇതായി ഇറങ്ങണമെന്നൊന്നും പറയാതെ നെക്സ്റ്റ് മൂവിനെ കുറിച്ചൊക്കെ ഇപ്പോഴേ സംസാരിക്കുന്ന ഒരു സമയമായിരുന്നു. മേ ബി ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ടർ ആയതുകൊണ്ട് ഡൊമിനിക് എന്ന് പറഞ്ഞ സാധനം ഇവർ വിചാരിച്ച രീതിയിലുള്ള ഒരു ത്രില്ലർ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു സംഗതി. എന്താണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇതിന്റെ ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ ഒരു വാലറ്റ്, ഒരു സ്ത്രീയുടെ പേഴ്സിൽ നിന്ന് അങ്ങനെ തുടങ്ങുന്ന ലീഡ്സ് കിട്ടി മുന്നോട്ട് പോകുന്ന എക്സ് കോപ്പാണ്. ഓക്കെ, ഒരു എക്സ് കോപ്പാണ് നമ്മുടെ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. ഡിറ്റക്റ്റീവാണ്. ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ആണല്ലോ വളരെ കാഷ്വലായിട്ട്, വളരെ എന്താ പറയുക, ഓർഗനൈസ്ഡ് അല്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ഉള്ള, വളരെ അങ്ങനെ ഈ മുടിയും താടിയൊക്കെ ഷാഗി ആയിട്ടിട്ട് വളരെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്യിക്കുന്ന ഒരു സാധനങ്ങളും ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ഭയങ്കര ബോഡി ലാംഗ്വേജ് ഉള്ള അങ്ങനെയല്ല. ഇതൊരു കൈൻഡ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ്സ് ആണല്ലോ. കുറെ തമാശ തള്ളലുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു എക്സ് പോലീസ് ഓഫീസർ കം നൗ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ റോളിൽ പോകുന്ന ഒരാളാണ്. അയാളൊരു അസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗോകുൽ സുരേഷ്. ഗോകുൽ സുരേഷ് അല്ലേ അടിപൊളി. ഗോകുൽ സുരേഷിന് നല്ല കോംബോ ഉണ്ട്. ചില കൗണ്ടേഴ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ പടം തുടങ്ങി. ഫസ്റ്റ് ഹാഫ് മൊത്തം ഞാൻ പറയാലോ, എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യത്തിലധികം വലിഞ്ഞ പോലെ ലാഗ് ആയ പോലെ ഒരു പേഴ്സണൽ ഫീലിംഗ് എനിക്കുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ എവിടെയും ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷന്റെ മൂഡിലുള്ള BGM കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. കോമഡി കുറച്ച് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്കും തോന്നി അത് സെക്കൻഡ് ഹാഫ് അതുപോലെ ആവുമോ എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ മാറി കോമഡികളും ഈ പറഞ്ഞ പോലെ മമ്മൂക്കന്റെ കുറച്ച് എന്താ പറയാ കോമഡികളും അതിന്റെ അതിനും ആവശ്യമുള്ള കുറച്ച് തള്ളലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെയാണ്. അതായത് ആ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ യൂഷ്വലി കാണുന്ന പോലെ അല്ല. ഇതൊരു എന്താ പറയാ, ഇതൊരു ഏജൻസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരാൾ ഇങ്ങനെ കുറച്ച് ഒരു പണിയൊക്കെ എടുക്കാൻ തള്ളുവീരത് ഇങ്ങനെ പോണോ അതിനുള്ള സംഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് കഥയിലേക്ക് കൊണ്ടുവന്ന് ഇടുക മാത്രമാണ് ചെയ്തേ. ചില ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയവർക്ക് മമ്മൂക്കാന്റെ ഒരു ഡാൻസ് ഉണ്ട് പോലെ, അത് മെയിൻ സാധനമാണ് ഇതിനകത്ത്. എനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി അങ്ങേർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും രജിസ്റ്റർ ആവുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ ദിസ് ഈസ് എ ഗൗതം വാസുദേവ് മേനോൻ മൂവി എന്നുള്ളത്. അത് ചില ഷോട്ടുകളും ചില BGMs ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ഇതത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലേ എന്നുള്ള തോന്നൽ എനിക്ക് തോന്നി. എന്താണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം വലിഞ്ഞൊരു ഫസ്റ്റ് ഹാഫാണ്. സോ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വലിച്ചിൽ ഫീൽ ചെയ്തു. പക്ഷെ കഥയിലോട്ട് പോകുന്തോറും സെക്കൻഡ് ഹാഫ് മച്ച് ബെറ്റർ ആണ് അല്ലേ. ഫസ്റ്റ് ഹാഫ് ഇപ്പം ഞാൻ പറഞ്ഞ വലിച്ചിലിന്റെ ഒക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാനേ പറ്റാത്തൊരു സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയി എനിക്ക്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ കൊണ്ട് അമ്മാനമാടുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തതെന്ന് ഞാൻ പറയണില്ല, നമുക്ക് ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഒന്ന് രണ്ട് എലമെന്റുകൾ നമ്മൾ വിചാരിച്ചതിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ എലമെന്റ് വളരെ ഷോർട്ടാക്കി പറഞ്ഞു പോയി എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. അതായത് ആളുകളിൽ കണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇതൊരു ഇതിപ്പോ കാരണം ആ പറഞ്ഞ സംഗതികൾ, അതായത് അതിന്റെ ട്വിസ്റ്റ് അടിച്ചത് സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ് നിങ്ങൾ നോക്കിയിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് ആ സാധനത്തേക്ക് എത്തി. അല്ലാതെ വലിഞ്ഞു വേണ്ട ആൾക്കാർക്ക് ഇത് ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ളൊരു ടൈം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം തരുന്നതിന് പിന്നെ ടക്ക് 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 കാര്യങ്ങൾ പറഞ്ഞു പോയി. അപ്പോൾ എന്താണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ഈ BGMന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത്
ചില ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നൊരു എന്താ പറയുക ഒരു ഷെയ്ഡ് കൊടുത്ത് സെക്കൻഡ് ഹാഫിലും ഈ പറഞ്ഞ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര സ്പീഡായിട്ട് അതിനേക്കാളും ആ തമാശകളെക്കാളും കൂടുതൽ ഇവിടെ സംഗതികൾ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിരുന്നു. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുള്ള ഒരു സാധനം, ഒരു ഡിറ്റക്റ്റീവ് സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കയറി വന്നു. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് BGM കാര്യങ്ങളും കുറച്ച് പ്ലോട്ടിനകത്തുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് വാസ് വെരി കൺവിൻസിങ്, സെറ്റാണ്. ഇനി അഭിനയത്തിലേക്ക് വരുമ്പോൾ സിദ്ദിഖ് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് കുറച്ച് ചിരിപ്പിച്ചിട്ട് പോയി. അങ്ങേര് കുറച്ച് ഉള്ളത് അങ്ങേര് അതങ്ങേര് പോയി. ഷൈൻ ടോം ചാക്ക ഇതിലും വന്ന് വെറുപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അങ്ങേര് എന്തിനാണ് അങ്ങേര് അങ്ങനെ എനിക്ക് മനസ്സിലാവണല്ലോ ഇപ്പോഴും ഈ ചങ്ങാതി അല്ലേ. ശരിക്കും അഭിനയിക്കാൻ ആ റോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങേര്. എന്തിന് മമ്മൂട്ടി പടം ആയതുകൊണ്ട് വന്നിട്ട് പോയതാണോ അറിയില്ല. ചാൻസ് ഉണ്ട് മമ്മൂട്ടി കമ്പനിയുടെ പടം എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം, മേ ബി ആയിരിക്കാം. കാരണം അങ്ങേർക്ക് ആ ഒരു റോള് വന്ന് പോകേണ്ട ഒരു ആവശ്യമേ ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ വന്നതിന് ശേഷം മറ്റേ സാധനത്തിന് ഫോൺ പിടിച്ചിട്ടുള്ള സംഗതികളും എന്ന് പറഞ്ഞുള്ള പരിപാടി തന്നെ പിടിച്ചിട്ടുള്ള ഓട്ടോ എല്ലാം അങ്ങനെ എങ്ങനെയാണോ റിയൽ ലൈഫിൽ എന്താണോ നമ്മൾ കാണുന്ന ആ സാധനത്തിന് അങ്ങനെ കൊണ്ടുപോയി പ്ലാൻ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷിന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഫിഡിൽ എന്നുള്ള സംഗതിയിലേക്ക് പെർഫെക്റ്റ് മാച്ചാണ്. ഒരു മെയിൻ ലീഡ് റോൾ എന്നുള്ളതെന്ന് ഇപ്പൊ അങ്ങനെ മാറ്റിയില്ല, സെക്കൻഡ് ഫിഡിലാക്കി. എല്ലാ സിനിമയിലും ഒരു ഹീറോയുടെ അടുത്ത സെക്കൻഡറി ഹീറോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാലും അത് ഭയങ്കര കൺവിൻസിംഗ് ആണ്. എനിക്കെന്താ പറയുക, ഈ സിനിമയിൽ ആള് ചെയ്യുന്ന റോള് ആള് പക്കയായ പോലെ തോന്നി. കാരണം ഈ സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വരുന്ന ആളൊന്നും അല്ലല്ലോ. അതായത് തൽക്കാലം കുറച്ച് ദിവസത്തിന് ഒരു ജോലി ചെയ്ത് പിടിച്ചേക്കാൻ വരുന്ന ഒരു യുവാവായിട്ടാണ് ചെയ്യുന്നത്. നല്ല പക്കയായി പിടിച്ച് ചെയ്തു. പിന്നെ അമ്മുഖന്റെ ഒപ്പം കൂടുമ്പോ അയാൾക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതും അടിപൊളിയായി. എന്താണെങ്കിലും അങ്ങനെ ഏത് പോയി കാസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ പോയി. പിന്നെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് കേട്ടോ, കുറെ റോളുകളൊക്കെ. ഇപ്പൊ വിനീതിന്റെ റോള്, വിനീതിന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള റോള് വരുന്നത് വിനീതിനാണ്. വിജയ് ബാബു ഉണ്ട്, പിന്നെ അങ്ങനെ വീണ നായരുണ്ട്. വീണ നായർ കുറെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. ക്ലോസ് ഒക്കെ വെച്ച് നമ്മൾ ഈ യൂഷ്വലി കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ടല്ലോ അമ്മ റോളുകളിലേക്ക്, നമ്മൾ അമ്മ റോള് പ്രതീക്ഷിക്കാത്തൊരമ്മ, അത് അവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എഡിറ്റ് ഇതിന്റെ പടത്തിന്റെ എഡിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫിലൊക്കെയാണ് എനിക്ക് എഡിറ്റിന്റെ കുറച്ച് ഇത് തോന്നിയത്, ഇമ്പാക്ട് വന്നു തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് ആദ്യം മുതലേ ഈ പടത്തിന്റെ എഡിറ്റ് ഒരു ഭയങ്കര ഒരു വേറിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് മൊത്തം സിനിമേന്റെ അടുത്ത് നോക്കി ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആന്റണി എന്ന് പറഞ്ഞ ആളാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ എഡിറ്റിംഗ് ഭയങ്കര എനിക്ക് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ എഡിറ്റിംഗ്. എനിക്ക് എഡിറ്റിംഗിന്റെ ഇമ്പാക്ട് എന്തായാലും സെക്കൻഡ് ഹാഫ് പല കാര്യങ്ങളും ആദ്യത്തെ ആ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും എനിക്ക് എഡിറ്റിംഗ് ഒരു ടോപ്പ് നോട്ട്സ് ആണ്, ഒരു വേറെ സാധനം തന്നെയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ സാധനം എനിക്ക് ഇഷ്ടമായി, അതായത് നമുക്ക് നോ സ്പോയിലേഴ്സ്, സാധാരണ എന്നെ പറ്റിയുള്ള പൊതുവെയുള്ള പരാതി ആവേശം കൊണ്ട് പറഞ്ഞു പോകണേ. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നമ്മളെ പിടിച്ചിരുത്താൻ, സെക്കൻഡ് ഹാഫിലേക്ക് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ നറേഷന്റെ ഒരു ലാഗ് ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഈ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫി അത്ര കൺവിൻസിങ് ആവാൻ. പക്ഷെ കുറച്ചും കൂടെ കീനായിട്ട് വാച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് എടുത്തു വെച്ച പോലെ നല്ല രസമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഭയങ്കര ഇഷ്ടമായത്. അപ്പോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ആവറേജ് ഫീലിൽ കണ്ട് ഇറങ്ങി. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കൺവിൻസിങ് ആയതുകൊണ്ട് എനിക്ക് ഇതൊരു ആവറേജ് ഫീൽ തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക പടം ആയതുകൊണ്ട് മാത്രമല്ല, ഞാനും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഭയങ്കര സംഭവം ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു പേടിയുള്ള ഒരു സിനിമ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമുക്ക് ഗൗതം വാസുദേവ് മേനോൻ ആസ് എ ഡയറക്ടർ ഇയാൾ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് മമ്മൂക്കാനെ കാണിക്കുന്ന ഓപ്പണിംഗ് സീനിൽ മമ്മൂക്ക വരുന്ന ഒരു ബാത്ത് ടവലില്ലേ, അതിട്ട് വരുന്ന ക്രൗൺ പ്ലാസേന്റെ ഹോട്ടലിൽ അടിച്ചു മാറ്റിയ ബാത്ത് ടവൽ, അത് ഞാൻ ശ്രദ്ധിച്ചു. നല്ല രസമായി. അവർ ഉറക്കം നീച്ചിരുന്ന വരവൊക്കെ എനിക്ക് അങ്ങനെ സ്വന്തമൊന്നുമല്ല, ഒരു ചെയർ പ്ലേസ് ചെയ്തറിയാം, ബാർബർ ഷോപ്പ് ചെയർ. ഇവൻ അയാളെ താമസിക്കുന്ന റൂം പോലും അങ്ങനെയാണ്, ഒരാളെ പറ്റിച്ചിട്ടാണ് അവിടെ ജീവിച്ചു പോണത്. അപ്പൊ അത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന കുറെ തമാശകളുണ്ട് മമ്മൂക്കാനെ. അതുണ്ടോ മമ്മൂക്കാനെ കുറെ തമാശകൾ, നല്ല രസമുള്ള തമാശകളായില്ലേ. ആ തള്ളുകളാണെങ്കിലൊക്കെ നമുക്ക് പറയണത് തള്ളാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് തള്ളു. ഞാൻ അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഇയാളെന്താ പറയുക, ഇയാള് മിത്താണ് സത്യം പറയും. ചെങ്ങാതി മാത്രമല്ല സ്വത്താണ്. എങ്ങനെ ഇയാളെന്താ പറയുക, ഈ ചെങ്ങാതി ഈ റോളുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ സത്യം പറഞ്ഞ
ലെജൻഡ് എന്നൊക്കെ വിളിക്കാൻ കാരണം തന്നെ ഇതായിരിക്കും. ആ റോള് ചെയ്യുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരാളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പടത്തിന്റെ അവസാനം വരെ നമുക്ക് അങ്ങനത്തെ ഒരാളായിട്ട് തന്നെ. ആ ലാസ്റ്റ് ഉണ്ടല്ലോ മറ്റാൾ ഇരുന്നിട്ട് ആളെ കയറ്റണൊക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിനൊക്കെ പറ്റുന്ന വേറെ രസമുണ്ട്. ഇതിന്റെ ഒരു പോലീസ് ഓഫീസറായിട്ട് അവിടുന്ന് പോകുന്ന ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് പോകുന്നു എങ്ങനെ പോകുന്നു ഒന്നും പറയുന്നില്ല. പോലീസ് ഓഫീസറായിട്ട് പിന്നെ ഡിറ്റക്റ്റീവ് ആവുന്ന മനുഷ്യനാണ്. ചില സീനിലൊക്കെ പോലീസ് ഓഫീസറുടെ ബോഡി ലാംഗ്വേജ് വേണം, ചില സീനിലൊക്കെ ഡിറ്റക്റ്റീവിന്റെ സ്റ്റേഷനിലൊക്കെ കയറി ചെല്ലുമ്പോണ്ടല്ലോ ഒരു എക്സ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയുള്ളൊരു ചില ടൈമിലൊക്കെ ഒരു ഡിറ്റക്റ്റീവിന്റെ ഒരു കള്ളൻ ഡിറ്റക്റ്റീവിന്റെ ഒരു സാധനം വേണം. ആ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയും ഒക്കെ മാൻ ഇതൊക്കെ അസാധ്യമായിട്ടാണ്. എന്നാൽ ചില സമയത്ത് ശിക്കാരി ജംബു ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ആവണം, അതും അടിപൊളിയാവുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ആവറേജ് വാച്ചാണ്, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ ഫോർ മമ്മൂക്ക ഫാൻസ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതൊരു എന്താ പറയാ ഇനിയിപ്പൊന്നുമില്ല, ആരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി തിയേറ്ററിൽ കയറിക്കോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടേ വേണ്ട. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്കാനെ വെച്ചിട്ട് അത്യാവശ്യം ഡെലിവർ ചെയ്തിട്ടുണ്ട്, ഉള്ള കാര്യം നീറ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൊണ്ടും മമ്മൂക്ക ഫാൻസ് സിനിമയെ മോശമാക്കിയിട്ടില്ല. നിങ്ങൾ തിയേറ്ററിൽ ധൈര്യമായിട്ട് കയറിക്കോ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് മമ്മൂക്ക ഫാൻസ് ഇങ്ങനെയൊന്നും അല്ല, മമ്മൂക്ക ഫാൻസ് ഇതിലും കൂടുതൽ തിയേറ്ററിൽ വരേണ്ടതാ. നിങ്ങൾ ഒന്നുകൊണ്ടും പഠിച്ചിരിക്കണ്ട. നിങ്ങൾക്ക് കാണേണ്ട മമ്മൂക്കാനെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു മമ്മൂക്കാന്റെ ഒരു ഫൺ വേർഷനും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അടിയുണ്ട്, ഡാൻസ് ഉണ്ട്. ഈ മമ്മൂക്കാന്റെ നിങ്ങൾക്ക് എന്താ വേണ്ട കൂടുതൽ, എല്ലാം കിട്ടിയിട്ടുണ്ട് മമ്മൂക്കാന്റെ. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഓക്കെ, കൺവിൻസിങ് ആയോ വെച്ചാൽ എനിക്ക് കൺവിൻസിങ് ആയ പോലെയാണ്. ചിലർക്ക് കൺവിൻസ് ആവില്ല, ചിലർക്ക് ഇങ്ങനെ ഓക്കെയാണ്. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് കുറച്ച് എൻഗേജിങ് ആയി ആ സാധനം. അതുകൊണ്ട് ധൈര്യമായിട്ട് കയറി കണ്ടോ, കാണാതിരിക്കരുത്. മമ്മൂക്ക ഫാൻസ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനം അല്ലേ, മിസ്സാക്കണ്ട എന്നുള്ളത്. നല്ലൊരു പടം മിസ്സാക്കണം, എസ്പെഷ്യലി നല്ലൊരു പടം എല്ലാരും കയറി കാണണം. ഞാൻ പറയുന്നത് മമ്മൂക്ക ഫാൻസ്, മമ്മൂക്ക ഫാൻസ് ഇങ്ങനെ അല്ല, കുറച്ചും കൂടി ഒന്ന്. പിന്നെ സെൽഫ് ട്രോൾ ഉണ്ട് കുറെ. ബാപ്പച്ചിയുടെ ലെഗസി, അതൊരു വേറെ സാധനം അത് സീറി. ബാപ്പച്ചിയുടെ ലെഗസി അതിന് തിയേറ്ററിൽ നിന്ന് കണ്ടു അല്ലേ. ഓക്കെ.